റൂം ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെയുള്ള കടക്കാരോടും ലോക്കൽസിനോടൊക്കെ ചോദിച്ചിട്ട് പുൽക്ക വില്ലേജിലേക്കുള്ള റൂട്ട് ചോദിക്കണം. അങ്ങോട്ട് എങ്ങനെയാണ് പോകുക, എത്ര സമയം എടുക്കാമെന്നൊക്കെ ചോദിച്ചിട്ട് ഇനി അങ്ങോട്ടേക്ക് പോകണം. നോക്കാം ബാക്കി അവിടെ എത്തിയിട്ട് എന്താ അവസ്ഥ എന്ന്. വില്ലേജൊക്കെ നല്ല രസമുണ്ടെങ്കിൽ ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് വേണം തിരിക്കാൻ. റൂം അടുത്തടുത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലൂടെ ഇറങ്ങി ഈ വഴി ഇങ്ങനെ പോയിട്ട് വേണം ഇങ്ങോട്ട് എത്താൻ. അതിലൂടെ പോയി പുൽക്ക വില്ലേജിലേക്ക് എത്താൻ. ചോദിച്ചപ്പോൾ പറഞ്ഞത് ഏകദേശം ഒരു 45 മിനിറ്റ് 1 മണിക്കൂർ എടുക്കുന്നതാണ്. നല്ല റെസ്റ്റ് എടുത്ത് പോകാൻ. കാരണം ഇന്ന് വേറെ ചെയ്യാനൊന്നുമില്ല, പുൽക്ക വില്ലേജിലേക്ക് പോകാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇറങ്ങാം. വഴി തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടുന്ന് കാണുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് അങ്ങ് അവിടെ എത്തണം. അങ്ങോട്ട് പോകുന്ന റൂട്ടൊക്കെ നല്ല രസമാണ്. വെള്ളത്തിൻ്റെ കളറൊക്കെ നമ്മൾ മറ്റേ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചാൽ മതി. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മറ്റേ വാട്ടർ കളർ മത്സരമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ വരച്ചക്കൂലേ, അതൊക്കെ പോലുണ്ട് കാണാൻ. അവിടെ ഒരു പാലമുണ്ട്. ഇതിലൂടെ കയറിക്കഴിഞ്ഞാൽ തുൽക്കയും ഇതിലൂടെ പോയി കഴിഞ്ഞാൽ പുൽക്കയാണ്. ഫസ്റ്റ് പുൽക്കയിലോട്ട് പോവാം, എന്നിട്ട് വേണമെങ്കിൽ പിന്നെ ഇറങ്ങി വന്നിട്ട് തുൽക്കയിലോട്ട് കയറാം. അല്ലെങ്കിൽ നാളെ പോകുന്ന വഴിക്ക് തുൽക്കയിലോട്ട് പോവാം. വില്ലേജിൽ വേറെ ഡെയിലി ലൈഫ് നമുക്കിവിടെ കാണാൻ പറ്റും. ആ തിരക്കില്ലാത്ത വണ്ടികളൊന്നും പോകാത്ത ഒരു ലൈഫ് കയറി ശ്വാസമൊക്കെ കിട്ടാണ്ടായിക്കണം. അടുത്ത് ഒരു സ്റ്റേ സെറ്റ് ചെയ്യണം. ഇവിടെ ഇവിടെ അടുത്തുള്ള കണ്ട കടയിൽ പുൽക്ക വില്ലേജിലോട്ട് കയറുന്ന സമയത്ത് കണ്ട കടയിൽ ഒരു സ്റ്റിങ് കുടിക്കാൻ വേണ്ടി കയറിയതാണ്. അവിടെ നിന്ന് ബിസ്ക്കറ്റ് കൊടുത്ത നായി ഇതുവരെ വന്ന് ഇവിടെ കിടന്നുറങ്ങി. അപ്പോൾ ഇയാൾ ഇയാൾക്കൊരു മലയാളിയാണ് അറിയാമെന്നൊക്കെ പറഞ്ഞ ഒരു ബുക്കിൽ എഴുതിയതൊക്കെ കാണിച്ചു തന്നെന്താ ഇതെന്താ വെച്ചാൽ ഇവിടെ ശുദ്ധ സാധനം ഉണ്ട് എന്നൊക്കെ. കഞ്ചാവിന് വേണ്ടിയിട്ടാ. ഇയാൾ ചിരിക്കുക പറയുമ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത്. ഇവരുടെ ഈ വില്ലേജിൻ്റെ ഒക്കെ മെയിൻ മാർഗം എന്ന് പറയുന്നത് കഞ്ചാവ് കൃഷി. അവരുടെ എക്കണോമിക് എന്ന് പറയുന്ന സാധനം. പുറത്തും കുടിച്ചിട്ട് ഇനി കാരണം